ഹായ്, എല്ലാ പുതുകാർക്കും അയോട്ടയുടെ പുതുപുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിനി. ഇനിയുള്ള നിങ്ങളുടെ പഠനയാത്രയിൽ ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം. അപ്പോൾ നമ്മൾ പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്കറിയാം, നമ്മൾ UP ക്ലാസ്സുകളിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചും കൂടി മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ടാവുമല്ലോ, വലിയ ക്ലാസ്സിലേക്ക് എത്തി, ഇനി നിന്റെ പഴയ കളിയൊന്നും നടക്കില്ല എന്നൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ എന്താ പറയുക, UP സെഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞു. കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ പഠനവും കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട സമയമായില്ലേ? ഇനി നിങ്ങൾ എങ്ങോട്ടാ? നമ്മുടെ 10ാം ക്ലാസ്സിലേക്കുള്ള മെയിൻ എക്സാമിലേക്കുള്ള ചുവടുപടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴേ നല്ല മക്കളായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് 10ാം ക്ലാസ്സിൽ നല്ല റിസൾട്ടോടു കൂടി പാസ്സായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ ഇപ്പോൾ വന്നു. എല്ലാവരുടെയും എന്താ പറയുക, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവരൊക്കെ നല്ല റിസൾട്ടോടു കൂടി സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അതുപോലെ നമുക്കും നല്ല ഹാപ്പി ആയിട്ട് പഠിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ച് ഇനി പഠനത്തിന് സീരിയസ് ആയിട്ട് കാണണം അല്ലേ? അപ്പം ഈ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചു, എന്നാലും എന്താണ്, നമ്മൾ ചെറിയ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് അങ്ങനെ എന്താ പറയുക, സിമ്പിളായിട്ട് അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവാണ് ചെയ്തത് അല്ലേ? പക്ഷെ ഇനി നമ്മൾ ഓരോരുത്തരും എന്ത് തീരുമാനമെടുക്കണം? ഞാൻ നന്നായിട്ട് പഠിക്കും, നല്ല കുട്ടികളായിട്ട് കാര്യങ്ങൾ ചെയ്യും, നല്ല റിസൾട്ടോടു കൂടി പാസ്സായി പോകും എന്നുള്ള തീരുമാനം ഇപ്പോഴേ നമ്മൾ എടുക്കണം അല്ലേ? എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ടോടു കൂടി ഇനി നമുക്ക് ഇഷ്ടമുള്ള ജോലി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സമയമായില്ലേ? നമ്മളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനുള്ളത് സമയമായി. ഇനി ഞാൻ എന്തെടുക്കണം, എങ്ങോട്ടാണ് പോവേണ്ടത് അല്ലേ? മൈൻഡിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവില്ലേ? എനിക്ക് ടീച്ചർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം അല്ലേ? അപ്പം നമ്മുടെ ആ ഒരു അംബീഷനിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇപ്പോഴേ ചെറുതായിട്ടൊക്കെ സീരിയസ് ആയിട്ട് പഠനത്തിനെ കണ്ടു തുടങ്ങണം. ഓക്കെ, അപ്പം ഇനി എന്താ പറയുക, നമ്മളെ പുതിയ ക്ലാസ്സിലേക്ക് എത്തുകയാണ്. ചിലരൊക്കെ പുതിയ സ്കൂളുകളിലൊക്കെ ആയിരിക്കും അല്ലേ? പുതിയ സ്കൂളുകൾ, പുതിയ കൂട്ടുകാർ. ചിലരൊക്കെ പഴയ സ്കൂളായിരിക്കും, പക്ഷേ പുതിയൊരു ക്ലാസ്സിലേക്കായിരിക്കും അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു പുതുമയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഫ്രഷ് ആയിട്ട് നല്ല മക്കളായിട്ട് നമുക്ക് പഠനം ആരംഭിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞ വിഷയം പഠിച്ചില്ലേ? അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ലേ, ചെടികളെക്കുറിച്ച് പഠിച്ചു. ചെറിയ ചെറിയ എന്താ പറയുക, പ്രവർത്തനം പറ്റി നമ്മൾ ലാബുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ടീച്ചേഴ്സ് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ അത്തരത്തിലുള്ള പഠനങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക, വൈദ്യുതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ബാറ്ററിയെ കൊണ്ടുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ഇതൊക്കെ കൂടിയാണ് നമ്മൾ ബേസിക് സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി നമ്മൾ ബേസിക് സയൻസ് എന്ന് പറയുന്ന വിഷയത്തിന് 3ആയിട്ട് തരംതിരിച്ച് എന്തൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ്? കെമിസ്ട്രി, അതായത് രസതന്ത്രം, പിന്നെ ഫിസിക്സ്, ഇനി ഊർജതന്ത്രം, പിന്നെ ഏതാണ്, ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ന് പറയുന്ന 3 വിഷയങ്ങളായിട്ട് തരംതിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ 3 വിഷയങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് 3 രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഊർജതന്ത്രം എന്നും രസതന്ത്രം എന്നും അതുപോലെ ജീവശാസ്ത്രം എന്നും. അപ്പം ഓരോന്നിലും വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്ത് പഠിക്കാൻ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ നന്നായിട്ട് പഠിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് കടക്കാൻ അല്ലേ? അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഇനി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക അല്ലേ? ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സും മിസ് ചെയ്യാതെ കാണുക. ഇന്നത്തെ ക്ലാസ് കണ്ടില്ല, നാളത്തെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. നിങ്ങൾക്കറിയാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ കൃത്യമായിട്ട് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടില്ല. അങ്ങനെ ആദ്യം തന്നെ നമുക്കിതൊരു വിഷമമായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ക്ലാസ്സുകളൊക്കെ കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ക്ലാസ്സുകളിൽ തരുന്ന നോട്ട്സ് അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക? നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ അറിയാം, നമുക്ക് വീഡിയോ പോസ് ചെയ്ത് കാണാം അല്ലേ? നമ്മൾ സാധാരണ ആക്ച്വൽ ക്ലാസ് റൂമിൽ ഇരുന്ന് കാണുന്ന പോലെയാണോ? അല്ല, നമുക്ക് സംശയം വരുന്ന സമയത്ത് ജസ്റ്റ് പോസ് ചെയ്യുക. പിന്നെ നമുക്ക് ബാക്ക് അടിച്ചൊക്കെ കാണാനുള്ള അവസരം ഉണ്ട് അല്ലേ? അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും തവണ എന്ത് ചെയ്യുക? വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പം കൃത്യമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. നമ്മൾ ടീച്ചേഴ്സ് എത്ര നോട്ടുകൾ തന്നു കഴിഞ്ഞാലും അതിങ്ങനെ പടം പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കുകയല്ല വേണ്ടത് അല്ലേ?
നമ്മൾ കൃത്യമായിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് വായിച്ചാലും വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പം കൃത്യമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ PDF കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്, അതിൽ സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങളൊന്നും ബാക്കി വെക്കരുത്. എപ്പോൾ സംശയം തോന്നിയാലും അപ്പം നമുക്ക് ചോദിക്കാം അല്ലേ? അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് നല്ല കുട്ടികളായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ വിഷയം നമുക്ക് രസകരമായിട്ട് ഈ ഒരു ബേസിക് സയൻസ് എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ? അതിൽ നമ്മൾ കാണാൻ പോകുന്ന വിഷയം ഏതാണെന്നറിയോ? രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? ഈ രസാന്തരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പക്ഷേ പഠിച്ചില്ലെങ്കിലോ? ഇന്നത്തെ ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നാളത്തെ കണ്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇപ്പം മലയാളമൊക്കെ ആണെങ്കിൽ ഒരു കവിത ആ കവിത ഓക്കെ, അത് കഴിഞ്ഞ് വേറൊരു കഥയാണെങ്കിലോ അത് വേറൊരു കഥയാണ് അല്ലേ? ആ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നിന്റെ ബാക്കിയാണ് അടുത്ത ദിവസം വരുന്നത് അല്ലേ? അങ്ങനെ നമ്മുടെ വിഷയങ്ങൾ മൊത്തം ഉടനീളം പിന്നെ നിങ്ങൾ 8ന്റെ ബാക്കിയായിട്ടാണ് 9 പഠിക്കുക. അതിനേക്കാൾ കുറച്ചും കൂടി ഹൈ ലെവലിലാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി പഠിക്കാൻ എല്ലാവർക്കും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? എന്താണ് ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ? കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇതെന്താ ടീച്ചർ ഇങ്ങനെ പറയുന്നല്ലേ? ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം, അതെന്താ ഇപ്പത്? എന്തായിരിക്കും? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ സ്റ്റഡി റൂമോ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്ന സ്റ്റഡി ടേബിൾ അല്ലേ, ആ ടേബിളിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയേ. ജസ്റ്റ് എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും? എന്തൊക്കെ കാണാൻ പറ്റും? നിങ്ങളുടെ മുന്നിൽ എന്താ ഉള്ളത്? ബുക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണാണ് അല്ലേ? ഫോണാണെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഏതാണെങ്കിലും ആ ഒരു ഡിവൈസ് ഉണ്ട് അല്ലേ? പിന്നെ എന്താ ഉള്ളത്? ബുക്ക് ഉണ്ട് അല്ലേ? എഴുതാൻ ബുക്ക് ഉണ്ട്, പെന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റൂമൊന്ന് നോക്കിയേ. വിൻഡോസ് ഉണ്ട്, ഡോർസ് ഉണ്ട്, എന്തൊക്കെ വസ്തുക്കളുണ്ട് അല്ലേ? നമുക്ക് ചുറ്റും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അല്ലേ? അതുപോലെ പുറത്തേക്ക് നോക്കിയേ, മരങ്ങളുണ്ട്, ചെടികളുണ്ട് അല്ലേ? ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് അല്ലേ? ഈ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഈ നമ്മുടെ ചുറ്റുപാടുള്ള ഈ കാണുന്ന വസ്തുക്കളെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് എന്ത്? രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വിഷയം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ആദ്യം ചെയ്യുക? വേഗം ഫോൺ എടുത്ത് നോക്കിയിട്ട് സമയം എത്രയും നോക്കുകയാണോ ചെയ്യുക? ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ബ്രഷ് ചെയ്യൂലേ? ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷും അതുപോലെ തന്നെ ബ്രഷിൽ നമ്മൾ എന്താ എടുക്കുക? പേസ്റ്റ് എടുക്കൂലേ? ഈ പേസ്റ്റ് ഒക്കെ എന്താണ്? കെമിക്കൽ അല്ലേ? യെസ്. അപ്പം അതൊക്കെ എന്താണ്? കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെയൊന്നും പറയാൻ പറ്റില്ല. കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മളെ ശരീരത്തിൽ ഒരുപാട് എന്ത് നടക്കുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഉറങ്ങുകയാണെങ്കിലും നമ്മളെ ശരീരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ ദഹനം പോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഇതൊക്കെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ളൊരു പഠനമാണ് എന്ത്? കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ രസതന്ത്രം അല്ലെങ്കിൽ എന്താണ് ഇതിൽ പഠിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങൾ മെല്ലെ പഠിച്ചു തുടങ്ങാം അല്ലേ? അപ്പം നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്താണ്? ഒന്നാമത്തെ യൂണിറ്റ് എന്നറിയോ? മാറ്റങ്ങളുടെ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്നാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. മാറ്റങ്ങളുടെ രസതന്ത്രം. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു പഠനമാണ് കെമിസ്ട്രി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം ഒന്ന് നോക്കിയേ. അതിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എന്തൊക്കെ ചിത്രം കൊടുത്തിട്ടില്ല നോക്കിയേ. നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? എന്താണ്? ഒരാള് സ്റ്റോൺ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ശില്പം ഉണ്ടാക്കുന്നുണ്ട്, സ്കൾപ്ചർ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ നോക്കിയേ, അവിടെ വേറെ എന്തൊക്കെയാ കാഴ്ചകൾ കാണാൻ കഴിയുന്നത്? എന്തൊക്കെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്? ആഹാരം പാകം ചെയ്യുന്നുണ്ട് അല്ലേ? ആഹാരം പാകം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മെഴുകുതിരി കത്തുന്നുണ്ട് അല്ലേ? ക്യാൻഡിൽ കത്തുന്നുണ്ട്. അതുപോലെ പടക്കം പൊട്ടുന്നുണ്ട്, നമ്മുടെ ക്രാക്കേഴ്സ് അല്ലേ?
നമ്മൾ വിഷുവിനും അതുപോലെയുള്ള ഉത്സവങ്ങൾക്കും അല്ലേ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്ററിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പടക്കം പൊട്ടിക്കുന്നുണ്ട് അല്ലേ? അത്തരത്തിലുള്ള പടക്കം പൊട്ടിക്കും. ഇതൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഓരോരോ പഴം നോക്കി പഴുക്കുന്ന ഒരു വാഴക്കൊല, നമ്മുടെ വീട്ടിലൊക്കെ വാഴക്കൊല പഴുപ്പിക്കാറില്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ എന്താക്കും, അത് വാഴയിൽ നിന്ന് തന്നെ പഴുക്കും അല്ലേ? എന്തോ ആയിക്കോട്ടെ, ആ പഴം പഴുക്കുക എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് സുപരിചിതമായ കാര്യങ്ങളല്ലേ? ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അല്ലേ? ഇത് കാണുന്ന 2-3 മാറ്റങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേ. എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഒരു മെഴുകുതിരി കത്തുന്നുണ്ട് അല്ലേ? എ ക്യാൻഡിൽ ബേണിംഗ്. എന്താണ്? മെഴുകുതിരി കത്തുന്നു. മെഴുകുതിരി കത്തുന്നു. പിന്നെയോ? ഫുഡ് അല്ലേ? ആഹാരം പാകം ചെയ്യപ്പെടുന്നുണ്ട്. ഫുഡ് ഈസ് ആഹാരം പാകം ചെയ്യുന്നു അല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം പാകം ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അരിമാവ് കലക്കി അത് ദോശയായിട്ട് മാറുന്നു അല്ലേ? അരിമാവാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല, അതിനെ നമ്മൾ വേവിച്ചിട്ട് ദോശയാക്കിയിട്ടാണ് കഴിക്കുന്നത് അല്ലേ? ദോശയോ ഇഡലിയോ അല്ലേ? അപ്പം ഇത്തരത്തിൽ ആ ഒരു അരിമാവ് ദോശയായിട്ട് മാറുന്നത് അതെന്താണ്? അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ അരി അല്ലേ? നമ്മുടെ ചോറ് കഴിക്കുന്നത് അരിയാണ് എന്തായി മാറുന്നത്? ചോറായിട്ട് മാറുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അരി എന്ന് പറയുന്നത് ചോറായിട്ട് മാറുന്നുണ്ട് അല്ലേ? ചോറായിട്ട് മാറുന്നത് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നില്ലേ? അരി എന്ന രീതിയിൽ അത് ചോറ് എന്നുള്ളതിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇതുപോലെ പടക്കം പൊട്ടുന്ന സമയത്ത് പടക്കം എന്ത് ചെയ്യുന്നുണ്ട്? അത് പൊട്ടിപ്പോയിട്ട് എന്ത് ചെയ്യുന്നത്? അതിന്റെ കെമിക്കൽ അതിൽ പ്രവർത്തിച്ച് പൊട്ടിപ്പോയി പോകുന്നതും എന്താണ്? അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നില്ലേ? പഴം പഴുക്കുന്നത്, നമുക്കിത് പറയാം എന്താണ്? പഴം പഴുക്കുന്നത്, റൈറ്റനിങ് ഓഫ് ബനാന അല്ലേ? റൈറ്റനിങ് ഓഫ് ബനാന. വാഴപ്പഴം പഴുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന മാറ്റങ്ങളല്ലേ? ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. വാഴപ്പഴം പഴുക്കുന്നത്. വായിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, വാഴപ്പഴം പഴുക്കുന്നതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് അല്ലേ? അപ്പൊ ഈ വസ്തുക്കൾ നമുക്ക് ചുറ്റും കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എന്താ, ഏതൊരു നമ്മൾ റൂം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റൂമിലൊക്കെ എന്തുണ്ട്? ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ? ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ മേശ, ടേബിള് കൺസിഡർ ചെയ്യാം. ടേബിള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ വേഗം പറയും, ഒന്നുമില്ലെങ്കിൽ മരത്തിന്റെ അല്ലേ, വുഡിന്റെ ടേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈബർ അല്ലേ, ഫൈബറിന്റെ ആയിരിക്കാം, അല്ലെങ്കിലോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ടേബിൾ ആയിരിക്കാം എന്നൊക്കെയാണ് നിങ്ങളെ മനസ്സിൽ പറയുന്നുണ്ടാവുക. പക്ഷേ ഈ പറയുന്ന ഫൈബർ ആണെങ്കിലും വുഡ് ആണെങ്കിലും അയൺ നമ്മുടെ ഇരുമ്പ് അല്ലേ, ഇരുമ്പാണെങ്കിലും ഒക്കെ അതുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടീച്ചറായ കൺഫ്യൂഷൻ ആത്തതാണല്ലോ അല്ലേ? ടേബിൾ എന്ന് പറയുന്നത് മരം കൊണ്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഫൈബറും ഉണ്ടാക്കിയത്, അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ആൻസറാ പറയുക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത ഏറ്റവും സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ കൊണ്ടാണ്, ചെറിയ കണികകൾ കൊണ്ടാണ്. അത് നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്മോൾ പാർട്ടിക്കിൾ കൊണ്ടാണ് നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളും സബ്സ്റ്റൻസ് അല്ലേ, ഇത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളും സബ്സ്റ്റൻസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായിട്ടുള്ള സ്മോൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ
കണികകൾ കൊണ്ടാണ് ഏതൊരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള ടേബിൾ ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്ന പെന്നായിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിൻ്റെയൊക്കെ ഏറ്റവും ഉള്ളറയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ? നമ്മുടെ നഗ്നത്തങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല കേട്ടോ ഇത്. അപ്പോൾ അത്രയും ചെറിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സ്മോൾ പാർട്ടിക്കിൾ കൊണ്ടാണ് ഈ പറയുന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ സബ്സ്റ്റൻസും ഇത്തരത്തിലുള്ള സ്മോൾ പാർട്ടിക്കിൾസ് മാറ്റർ കൊണ്ട് അല്ലെങ്കിൽ ദ്രവ്യത്താൽ നിർമ്മിതമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. All substance in the universe are made of matter. All substance in the universe are made of matter. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എല്ലാ പദാർത്ഥങ്ങളും എന്തുകൊണ്ട് നിർമ്മിതമാണ്? ഈ പറഞ്ഞിരിക്കുന്ന മാറ്റർ കൊണ്ട് അല്ലെങ്കിൽ ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ദ്രവ്യം എന്നൊക്കെയുള്ളത് നമ്മൾ കാണാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താണ് ദ്രവ്യം?